കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവനിശ്ചയതയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം എന്റെ 13-ാമത്തെ വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. പൗലോസിന്റെ മിഷണറി യാത്രയുടെ വേളകളിൽ ഒരുപാട് കഷ്ടതയിലും പ്രയാസത്തിലൂടെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അങ്ങനെയൊക്കെ പൗലോസ് കടന്നുപോയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഫിലിപ്പിയ സഭ പൗലോസിനെ വളരെ കൈത്താങ്ങൽ കൊടുത്ത് താങ്ങി നിർത്തി എന്നുള്ളതാണ് ലഭിക. ആ സാഹചര്യത്തിൽ പൗലോസ് ഫിലിപ്പി സഭയുടെ ദാനങ്ങൾക്ക് നന്ദി പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഫിലിപ്പിയർ തന്നെ അല്ലേലൂയ സാമ്പത്തികമായി സഹായിച്ചതിന്റെ പേരിൽ പൗലോസ് അല്ലേലൂയ അനേക പ്രാവശ്യം നന്ദി രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കാണിച്ച അതേ മാതൃക ദൈവസഭ കാണിക്കണം. നമ്മളെ ആരെങ്കിലും സുവിശേഷ വേലയിൽ സഹായിച്ചാൽ ആ സഹായിച്ച വ്യക്തി അവിടെ വെച്ച് മറന്നു പോകരുത്. ആ വ്യക്തിക്ക് വേണ്ടി എന്നും നമ്മൾ പ്രാർത്ഥിക്കുവാനും ആ വ്യക്തിക്ക് വേണ്ടി എന്നും നമ്മൾ ദൈവത്തെ ഇടിഞ്ഞു നിൽക്കുകയും പൗലോസ് കാണിച്ച പോലെ എപ്പോഴും നന്ദി സൂചകമായ വാക്കുകൾ അവർക്ക് ലഭ്യമാകത്തക്ക നിലയിൽ വേണം നമ്മുടെ ഇടപെടൽ ഉണ്ടാകുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അത് പിന്നെയും വിചാരിപ്പാൻ തുടങ്ങിയതിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ വാചകം പറയുന്നത്. അപ്പം വിചാരിപ്പാൻ എന്നുള്ളത് എന്നെ കരുതുന്ന കാര്യത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ പൂവണിഞ്ഞിരിക്കുന്നു എന്ന ആശയമാണ് ഗ്രീക്ക് ഭാഷയിലുള്ളത്. ഹല്ലേലൂയ. ഈ ലേഖനത്തിന്റെ ഉദ്ദേശം തന്നെ പൗലോസിന്റെ കഷ്ടാനുഭവ നാളുകളിൽ, പൗലോസിന്റെ ദുഃഖ വേളകളിൽ പൗലോസിനെ ഫിലിപ്പി സഭ ഫിലിപ്പി സഭയുടെ ഭാഗത്തും പൗലോസിനുണ്ടായ നന്മകളെ കുറിച്ചൊരു വർണ്ണനമാണ്. ഹല്ലേലൂയ. അവിടെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിൽ മതിയാകുന്നു എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, നീ സകല കഷ്ടതയുടെ നിലയിലൂടെ കടന്നുപോയാലും പ്രതിസന്ധികളൊക്കെ കടന്നുപോയാലും നിനക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെയാണ് ഇപ്പോൾ നീ തരണം ചെയ്യുന്നെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക പൗലോസിനെ പോലെ. എന്നിട്ട് ഈ വചനം വിളിച്ചു പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്നുള്ള വചനം നിന്റെ നാവുകൾ കൊണ്ട് ഉരുടുമ്പോൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ഒരു വിജയം കണ്ടെത്താൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. കാരണം ജീവിതത്തിൽ ഈ വചനമൊക്കെയാണ് നിലനിർത്തുന്നത്. അതുകൊണ്ട് പൗലോസിനെ പോലെ ഞാനെപ്പോഴും ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഞാൻ ബൈബിൾ കോളേജിൽ വന്ന് പഠിക്കാൻ തുടങ്ങിയ കാലത്ത് ഈ വചനം എൻ്റെ ഉള്ളിൽ വന്ന് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിൽ മതിയാകും. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ വചനം പറയും. എൻ്റെ എല്ലാ പ്രാർത്ഥനയിലും ഇതൊക്കെ പറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അറിയാതെ പോലും ഞാൻ ആ വചനം പറയും. കാരണം എന്നെ ശക്തനാക്കുന്നത് ദൈവമാണ്. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ ശാരീരികമായി ക്ഷീണം അനുഭവിക്കും, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ദകൾക്കും പരിഹാസം കേൾക്കുമ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, സങ്കടനിമിഷം കണ്ണുനീരിൽ നടുവിലെല്ലാം മറ്റാരുടെ ഒരു സഹായമില്ലാതെ വരുമ്പോൾ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞ് നീ സന്തോഷിപ്പാൻ കാരണമാകും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീരായിരിക്കാം, നിന്റെ കുടുംബത്തിനകത്ത് വേദനകളായിരിക്കാം, മറ്റാരോടും പറയാത്ത ചില സംഭവങ്ങൾ നീ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒതുക്കി വെച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ കഴിയുന്ന വ്യക്തിയായിരിക്കാം. എന്നാണ് എൻ്റെ കഷ്ടം മാറുന്നത്, എന്നാണ് എൻ്റെ പരാജയം മാറുന്നത്, എന്നാണ് എൻ്റെ ദുഃഖം മാറുന്നത്. ഒരാശ്വാസം എന്ന് കിട്ടും, ഒരു സ്നേഹം എന്ന് കിട്ടും, ഒരു ആശാമി കൈത്താങ്കൽ എന്ന് കിട്ടും. ആരാണ് നിന്നെ ആശ്വസിപ്പിക്കുന്നത്? ആരാണ് എൻ്റെ ഹൃദയത്തിന്റെ വേദന, ആരാണ് എൻ്റെ മനസ്സിന്റെ വേദന അറിയുന്നത് എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന ഭാമ, എന്നെ കേൾക്കുന്ന സ്വഭാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പൗലോസ് ഇങ്ങനെയുള്ള സാഹചര്യം കടന്നുപോയപ്പോഴാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. നമുക്കങ്ങനെ പറയാൻ കഴിയണം. ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനമൊക്കെ നിലനിർത്തുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ വചനം വായിക്കുമ്പോൾ ആകയാൽ നിങ്ങൾ തളരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ക്ഷീണിച്ചു പോകേണ്ട കാര്യമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:29 വായിക്കുമെന്നാണ്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ക്ഷീണിച്ചിരിക്കുന്നതിന്റെ ക്ഷീണത്തെ മാറ്റുവാൻ, ബലമില്ലാത്തതിന്റെ ജീവിതത്തിൽ ബലമേകാൻ യഹോവയായ ദൈവശക്തനാണ്. പ്രവാചകന്റെ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റം വരുന്നതല്ല. പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളെല്ലാം നിറവേറുന്നതാണ്.
നമ്മൾ ഈ ഭൂമി കാണുന്ന പ്രവാചകനല്ല യെശയ്യാ പ്രവാചകൻ കേട്ടോ. ഹല്ലേലൂയ. ഭൂമി നമ്മൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഒരുപാട് പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞ വാക്കുകളൊന്നും നിറവേറിയിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ വേദപുസ്തകത്തിനകത്ത് ഹല്ലേലൂയ യെശയ്യാവ് തൊട്ട് മാലാഖി വരെയുള്ള ഏകദേശം ഒരു 12 പ്രവാചകന്മാരുണ്ട്. അതിനകത്ത് 4 വലിയ പ്രവാചകന്മാർ, യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ നടക്കുന്ന 4 വലിയ പ്രവാചകന്മാർ, 8 ചെറിയ പ്രവാചകന്മാരും. അതിൽ യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ പൗലോസിന് സമാനമാണ്. പഴയ നിയമത്തിലെ പൗലോസ് എന്ന് പറഞ്ഞാൽ യെശയ്യാവിന് പറയാം, അത്രമാത്രം ശക്തമായ ഈടുറ്റതുമായ വചനങ്ങളാണ് നൽകിത്തരുന്നത്, അത്രമാത്രം ശക്തമായ പ്രവചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളും വള്ളി ഉള്ളി വ്യത്യാസമില്ലാതെ നിറവേറിക്കൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് ആ പ്രവാചകന്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കണം. എന്താണ്? ക്ഷീണിച്ചിരിക്കുന്നവൻ ശക്തി നൽകുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന മാതാവി, നീ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ, നീ ബലമില്ലാത്ത അവസ്ഥയിൽ നിനക്ക് ബലം നൽകി ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. രക്തം ചെയ്യും. എത്ര രാത്രിയാണ് നീ കരയുന്നത്, എത്ര രാത്രികളാണ് നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്. നിനക്ക് ജീവിതത്തിന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത എത്രയോ നിമിഷങ്ങൾ. ഹല്ലേലൂയ. എന്നും നീ കുറ്റങ്ങൾ, എന്നും നീ കുറവുകൾ, എന്നും നീ പരിഹസിക്കപ്പെട്ട് നീ എന്ത് ചെയ്താലും അത് തൃപ്തിയാകുന്നത് നിന്റെ ഫാമിലി, നിന്നെ എന്നും ഉപദ്രവിക്കുന്ന നിന്റെ ഭർത്താവ്. ഹല്ലേലൂയ. ഭർത്താവ് എത്ര കഠിനാധ്വാനം ചെയ്ത് ചോര വിയർപ്പാക്കി വീട്ടിലേക്കിനും ഭാര്യമാര് ഭർത്താക്കന്മാരെ കുറ്റപ്പെടുന്ന അനുഭവങ്ങൾ 2 ഭാഗത്തും ആകട്ടോ. എന്നോട് ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞു, എന്റെ പാസ്റ്ററെ, രാവിലെ ഞാൻ ജോലിക്ക് പോകും, രാവിലെ ഇല്ലാതെ കഷ്ടപ്പെട്ട് ചായ പോലും കുടിക്കാതെ കിട്ടുന്ന പൈസ അങ്ങോട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഭാര്യ സ്വസ്ഥത തരത്തില്ല. അങ്ങനെ ഒരുപാട് വീടുണ്ട് കേട്ടോ എന്റെ ഏരിയ. എനിക്കൊരു കുടുംബത്തെ ഇപ്പോഴും ഭയങ്കര പരിചയമാണ്. ഹല്ലേലൂയ. ആ സഹോദരൻ എത്രമാത്രം അധ്വാനിച്ചാലും ആ സഹോദരൻ വൈകിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സഹോദരനെ വിളിക്കുന്ന ചീത്ത കേട്ടാൽ ഞാൻ മിക്കവാറും വീട്ടിൽ പോകാറുണ്ട്. നമ്മൾ ഒരുപാട് പറഞ്ഞു കൊടുക്കും, പക്ഷേ അനുസരിച്ച് എത്ര അധ്വാനിച്ചുകൊണ്ട് കൊടുത്താലും എന്ന് പറയാൻ പഴമക്കാരുള്ള വയറ്റിൽ കിടക്കുന്ന കുടലെടുത്ത് കാണിച്ചാലും വാഴച്ചപ്പ എന്ന് പറയുന്ന ചില സഹോദരിമാരുണ്ട്. അല്ലേ? അങ്ങനെ ഒരു സഹോദരി എനിക്കറിയാം ഈ നാട്ടിൽ കേട്ടോ. ഹല്ലേലൂയ. അത്രമാത്രം കണ്ണുനീരില്ല അല്ലേ? അത്രമാത്രം ഒരു അത്രമാത്രം ഹൃദയത്തിനകത്ത് മരവിപ്പ് പിടിച്ചവരുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള സഹോദരൻ, അതുപോലെ തന്നെ സഹോദരിമാരുണ്ട്. ഭാര്യമാര് വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിനകത്തുള്ള എല്ലാ പണികളും ചെയ്ത് ഒരു 5 മിനിറ്റ് സ്വസ്ഥമായിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന സകല ഭക്ഷണങ്ങളും ഇഷ്ടപ്പെട്ടില്ല വലിച്ചെറിയുന്ന സഹോദരന്മാരും ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെയാണ് ദൈവത്തിന് വചനം നമ്മൾ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന് പറയുന്ന സഹോദര സഹോദരത്തിന്റെ വേദനയുടെ തലയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് എന്നെ ശക്തനാക്കുന്നവൻ ഹല്ലേലൂയ സകലത്തിന് മതിയാകും എന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയണം. വിശ്വാസത്തോടെ ഏറ്റുപറയണം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒന്നും കാണത്തില്ല, എല്ലാം ശൂന്യമായിരിക്കും, ജോലിയില്ലാതെ ഭാരപ്പെടുകയായിരിക്കാം. ഹല്ലേലൂയ. അതിന്റെ നിലയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും കേട്ടോ. ഹല്ലേലൂയ. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, ഒരിക്കലും ഒരു സഹോദരിയും ഹല്ലേലൂയ 2000 രൂപയ്ക്ക് വേണ്ടി വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഒരു ദിവസം ഞാൻ ദൈവത്തോട് പ്രതിജ്ഞ ചെയ്തെന്ന സൗരി പറയാം, നീ എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ നിന്റെ വേലയ്ക്കായി ഞാൻ ധാരാളം വാരി വിതറി കൊടുക്കുമെന്ന് ഈ സഹോദരി പറഞ്ഞു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, സാമ്പത്തികമില്ല. ഹല്ലേലൂയ. ആ സഹോദരി, നീ എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ നിന്റെ വേലയ്ക്ക് വേണ്ടി വാരി വിതറി കൊടുക്കുമെന്ന് പറഞ്ഞ സഹോദരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ സഹോദരിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. അവളുടെ സങ്കടങ്ങൾ, അവളുടെ ദുഃഖങ്ങളെല്ലാം മാറി ദൈവം സമൃദ്ധിയായിട്ട് നിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ സമൃദ്ധിയായിട്ട് നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ദൈവത്തോടെടുത്ത് ഉടമ്പടിക്ക് മാറ്റം കൂടില്ല. കിട്ടുന്നതെല്ലാം ദൈവത്തിന് വേണ്ടി, കിട്ടുന്നതിൽ നല്ലൊരു ശതമാനം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കാൻ തുടങ്ങി. പക്ഷെ ഇന്നത്തെ കാലഘട്ടം അല്ല കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നീ എനിക്ക് തന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ഇങ്ങനെ ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ചത് ചെയ്യും എന്നൊക്കെ നമ്മൾ ദൈവത്തോട് പറയും. അല്ലേ? പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ ചെയ്യാറില്ല. അല്ലേ? നമ്മുടെ ഈ പണം വരുമ്പോൾ പലപ്പോഴും നമ്മൾ അനന്യാസിനെ സഭയിലെ പോലെ. അല്ലേ? സ്വതന്ത്രം. ആമേ ജോലിയില്ലാതെ ഭാരപ്പെടും. ജോലി കിട്ടണം. പാസ്റ്ററെ, ഞങ്ങൾക്ക് ജോലി ആവശ്യമാണ്, ജോലിയൊക്കെ വേണം, ഞങ്ങൾക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കഷ്ടതയാണ്, കഷ്ടപ്പാടാണ്, ദുഃഖമാണ്, കണ്ണുനീരാണ്. അവിടെ എത്രയും ജോലികൾ, അധികാരികൾ ഹൃദയം ഇടപെടണം. ആളുടെ വിഷയത്തിന് വേണ്ടി, മോന്റെ വിഷയത്തിന് പാസ്റ്റർ സംസാരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും പ്രാർത്ഥിക്കാൻ വിളിക്കും കേട്ടോ.
നമ്മുടെ പിന്നെ ദൗത്യമാണല്ലോ, ഉത്തരവാദിത്വമാണല്ലോ ദൈവം ഏൽപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ സംഘടന കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ജോലി കിട്ടും, നല്ല നിലയിലാക്കും, നല്ല സാലറിയൊക്കെ നല്ല ഒരു നിലയിലെത്തി കഴിയുമ്പോൾ അവർ പിന്നെ പ്രാർത്ഥിച്ചവരെയും മറന്നുപോകും, അല്ലെങ്കിൽ ദൈവത്തെ മറന്നുപോകും. അല്ലെങ്കിൽ നന്മ ലഭിക്കും, പിന്നെ ദൈവത്തിന് കൊടുക്കത്തില്ല. അപ്പൊ അനന്യാസ് സഭയിൽ നർത്തങ്ങൾക്കുണ്ടായ നിലം വിറ്റിട്ട് അതിൽ കുറച്ചെടുത്ത് വെച്ചിട്ട് 10 ദിവസത്തിലേക്ക് വന്നതുപോലെ പലരും അങ്ങനെ വരുന്നത്. അല്ലേരിയ എന്ന് പറഞ്ഞാൽ 1000 രൂപ ജോലി ചെയ്ത് കിട്ടിയാൽ 100 രൂപ ദശാംശം കൊടുക്കണമല്ലോ. 10,000 രൂപ കിട്ടിയാൽ അല്ലേരിയ ആമേൻ അറിയ 10,000 രൂപ കിട്ടിയ 1000 രൂപ കൊടുക്കണമല്ലോ. 1,00,000 രൂപ കിട്ടിയ 10,000 രൂപ കൊടുക്കണ്ടേ? അല്ലേരിയ അതൊക്കെ പറയുമ്പോഴത്തേനും വിശ്വാസികളുടെ ചങ്കിടിക്കും. കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അയാ പൈസ ഇല്ലാതെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരുണ്ട്. ഫിലിപ്പിയ സഭ അതായിരുന്നു. അല്ലേരിയ പൗലോസിന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പൗലോസ് കടന്നു പോകുന്ന ആ യാതനകളുടെ നടുവില് പൗലോസിനെ പല വട്ടം സഹായിച്ച് ഈ ഫിലിപ്പിയ സഭ മടി കൂടാതെ. അതാണ് പൗലോസ് നന്ദി അവർക്ക് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത് അലുരിയ, നമുക്ക് ദൈവം എല്ലാം വെളിപ്പെടുത്തി തരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിന് നമ്മൾ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വാങ്ങി എല്ലാം ഒന്നും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണമെന്നുമില്ല. എല്ലാ കാര്യങ്ങളൊന്നും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണമെന്നുമില്ല. അല്ലേലൂയ. കാരണം അങ്ങനെ വെളിപ്പെടുത്തി തരാത്തതിന്റെ കാരണം നമ്മൾ ശുദ്ധീകരിക്കപ്പെടാത്തത് കൊണ്ടാണ്. ഇപ്പൊ ജ്ഞാനികൾക്ക് സ്വാധിക്കാൻ കഴിയാത്ത അനവധി കാര്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തും. അല്ലേലൂയ. അതിന് ഉദാഹരണമാണ് ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ. അല്ലേലൂയ. ദാനിയേലിനെ കുറിച്ച് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം ബാബിലോണിലെ ജ്ഞാനികളെ കൊണ്ട്, അവിടുത്തെ മന്ത്രവാദികളെ കൊണ്ട് ആ വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. നെബൂഖദ്നേസർ കണ്ട വലിയ സ്വപ്നം നെബൂഖദ്നേസറെ അസ്വസ്ഥമാക്കുക. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ബാബിലോണിലെ എല്ലാ മന്ത്രവാദികളെയും ശമനവാദികളെയും എല്ലാ ദുർമന്ത്രവാദികളെയും വിളിച്ചു കൊണ്ടുവന്നിട്ടും രാജാവ് കണ്ട സ്വപ്നം വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് അല്ലേലൂയ ആമീൻ ബാബേലിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോയ ദാനിയേലിനെ കുറിച്ച് രാജാവ് അറിയുന്നതും. അങ്ങനെ ദാനിയേൽ എന്ത് ചെയ്തു? രാജാവ് കണ്ട സ്വപ്നത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ജ്ഞാനികൾക്ക് കഴിയാത്തത് അല്ലെങ്കിൽ ദാനിയേലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്ന് പറയുന്നത് നെബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. ബാബിലോൺ അല്ലെങ്കിൽ ബാബിലോണിലെ ജ്ഞാനികൾ ആയിരിക്കുന്ന അവരെ കൊണ്ട് ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയാതെ വന്നപ്പോൾ, അർത്ഥം പറയാൻ കഴിയാതെ വന്നപ്പോൾ ദൈവ മനുഷ്യനായിരിക്കുന്ന ദാനിയേൽ വന്ന്, രാജാവ് നീ കണ്ട സ്വപ്നം ഇതാണ്, അതിന്റെ അർത്ഥം ഇതാണ് എന്ന് ശരിയായിട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തു. അല്ലേലൂയ. അപ്പം ദാനിയേൽ ഒരു ദൈവ മനുഷ്യനായിരുന്നു. അല്ലേലൂയ. നിങ്ങളൊരു ദൈവ മനുഷ്യനാണെന്നൊരു സാക്ഷ്യം വേദപുസ്തകത്തിൽ ദാനിയേലിനെ കുറിച്ച് പറയുന്ന പോലെ നിങ്ങളെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിശ്വാസം എന്നൊക്കെ പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ പിറുപിറുപ്പുകളും എല്ലാ കുന്നായ്പകളും കുശുപ്പുകളും ഏഷനുകളും നുണകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക ദൈവസമൂഹം മുഴുവൻ. അല്ലേലൂയ. പിന്നെ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തമ്മിലടിച്ചും കലഹിച്ചും എന്തെല്ലാം യുദ്ധങ്ങൾ നടക്കുന്ന പറയോ. സഭയ്ക്കകത്ത് യുദ്ധമാണ്, പിശാച് ഭയങ്കര യുദ്ധമാണ്. ആത്മീയ നേതാക്കന്മാരെ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുത്തിയിരിക്കുക പിശാച്. അല്ലേലൂയ. അണികളും യുദ്ധത്തില്. അതുകൊണ്ട് സഭയ്ക്കകത്ത് സാത്താനാ പ്രവർത്തിക്കുന്നത്. അല്ലേ? സഭയ്ക്കകത്ത് സാത്താനെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നില്ല. സഭയെന്ന് പറയുന്ന 4 ചുമരുകെട്ടുകൾക്കകത്ത് കൂടി വരുന്നത് അത് സഭയാണ്. അവിടെ പ്രവർത്തിക്കുന്ന സാത്താനാണ്. എന്നാൽ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ മനുഷ്യനായിരിക്കുന്ന നമ്മളാകുന്ന സഭ, നമ്മൾ ഒരു ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ കൂടാരമാണല്ലോ, ദൈവത്തിന്റെ മന്ദിരമാണല്ലോ, അവന്റെ സഭയാണ്. നമ്മുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത് സാത്താനാണ്. എന്തിനാ? അധികാരത്തിന് വേണ്ടിയിട്ടാ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പേരിന് വേണ്ടിയിട്ടാ. ഇവരൊക്കെ പിന്നെ ഭയങ്കര പ്രസവം, ഒരു രോഗി പോലും സൗഖ്യം പ്രാപിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. നമ്മൾ ദാനിയേലിനെ പോലെ നല്ലൊരു സാക്ഷി ഉണ്ടാകണം. കാരണം ബാബിലോണിലെ മന്ത്രവാദികൾക്ക് തെളിയിച്ചു കൊടുക്കാൻ, വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിയാത്ത അർത്ഥം നെബൂഖദ്നേസർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം ഒരു ദാനിയേലിനെ ഉയർത്തിയെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വേദപുസ്തകത്തിലെ അനവധി ദൈവിക സത്യങ്ങളെ, മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. ദാനിയേലിനെ ആവശ്യമായത് വന്നത് നിന്നെ ദൈവത്തിന് ആവശ്യമാണ്. അല്ലേലൂയ. നീ അതുകൊണ്ട് വിശുദ്ധിയിലേക്ക് വരണം. അല്ലേലൂയ. നിനക്ക് ദൈവം ചിലത് വെളിപ്പെടുത്തണമെങ്കിൽ ദാനിയേലിനെ പോലെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കണം. മാത്രമല്ല പ്രാർത്ഥനയിലേക്ക് വരണം. പ്രൈസ്. അപ്പൊ ജ്ഞാനികൾക്ക് കഴിയാത്തതിനെ വെളിപ്പെടുത്തി തരുന്നത് നമ്മുടെ ദൈവമാണ്, നമ്മളെ കണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഫറവോനൊരു സ്വപ്നം കണ്ടു. അല്ലേ? മിസ്രയീമിലുള്ള ഒരു ജ്ഞാനികൾക്കും അതിന്റെ അർത്ഥം പറയാൻ സാധിച്ചില്ല. അങ്ങനെ പഴയ നിയമത്തിൽ നോക്കും ഫറവോൻ
യോസഫിന്റെ കാലഘട്ടത്തിലായിരുന്നു ഫറവോൻ കണ്ട ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ. അന്ന് ഈജിപ്തിലുള്ള മിസ്രൈമിലുള്ള സകല മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി. അല്ലേരിയ, സകല മന്ത്രവാദികളും ഫറവോൻ തന്റെ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു. എല്ലാവരും കൈ മലർത്തിയതല്ലാതെ അല്ലേരിയ ആർക്കും ഫറവോൻ കണ്ട സ്വപ്നത്തെ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാരാഗ്രഹത്തിനകത്ത് കുറ്റവാളിയായി കിടക്കുന്ന ഒരു എബ്രായനോടുണ്ട് യോസേപ്പെ, അവനെ വിളിച്ചാൽ അല്ലേരിയ യോസേപ്പ് രാജാവ് കണ്ട സ്വപ്നത്തെ വെളിപ്പെടുത്തി തരുമെന്ന് രാജാവിന്റെ ചെവിയില ആലോചന കിട്ടിക്കഴിയപ്പം കാരാഗ്രഹത്തിൽ യോസേപ്പിനെ വരുത്തി. അല്ലേലിയ. അപ്പൊ ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് യോസേപ്പ് കൊടുത്തു. അല്ലേലിയ. ജ്ഞാനികൾക്ക് വെളിപ്പെടാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവുള്ള യോസേപ്പ് വെളിപ്പെടുത്തി. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ? എന്നെ കേൾക്കുന്ന സഭയുടെ നേതൃത്വത്തോട് ഞാൻ ചോദിക്കട്ടെ, സഭാ നേതാക്കന്മാരോട് ചോദിക്കട്ടെ, സംഘടന ഏതുമാകട്ടെ, എല്ലാ സംഘടനയുടെ സഭാ നേതാക്കന്മാരോടും വിശ്വാസികളോടും ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശാന്തനായ മനുഷ്യനായിരിക്കും, നിങ്ങൾ സൗമ്യനായ മനുഷ്യനായിരിക്കും, നിങ്ങൾ ദീർഘക്ഷമയുടെ മനുഷ്യനായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ്, നിങ്ങൾ ആത്മാവിന്റെ ഫലമുള്ളവനായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ കസേര കാണത്തില്ല. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ എന്താ ഉള്ളത്? നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് പകരമായി കസേരയായിരിക്കുന്നത്. കസേര അല്ലേരിയ. ഹൃദയത്തിൽ കസേര, ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കിടന്ന് കടിപിടി കൂട്ടുന്നത്? അല്ലേരിയ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് നഷ്ടപ്പെട്ടിട്ട് ഇപ്പം രാഷ്ട്രീയം കയറി, രാഷ്ട്രീയ സ്പിരിറ്റ്, പിന്നെ ഗുണ്ടായിസം കയറി, അല്ലേരിയ, സ്വയത്വം, ഈഗോ ഒക്കെ വന്ന് കയറി പലതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ എന്ത് കസേര മോഹമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയെന്നേ. അല്ലേരിയ. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നീ ഒരിക്കലും സഭയ്ക്കകത്ത് അടിപിടി ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നീ താഴ്ന്നിരുന്ന് പ്രവർത്തിക്കുന്നവൻ അത് വിനയമുള്ളവനായിരിക്കും, സൗമ്യതയുള്ളവനായിരിക്കും, താഴ്മയുള്ളവനായിരിക്കും. യേശുവിനെ കണ്ടുപിടിക്കുക. ഈ ഭൂമി വന്ന് ഒരു കസേരയ്ക്കും വേണ്ടി യേശു അടിപിടി ഉണ്ടാക്കിയില്ല. ഓമി യേശു പള്ളികളിൽ സംസാരിച്ചിട്ടുണ്ട്, അവിടെ ഒന്നും കസേരയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കടിപിടി കൂട്ടി മുറവിളി കൂട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നേ? നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല ശ്രോതാവേ. നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് പോയി. നിങ്ങൾ ഒരു ശേഷ മനുഷ്യനെ പോലെയാ. അല്ലേരിയ. നിങ്ങൾ മടങ്ങി വന്ന് മാനസാന്തരോട് ദൈവത്തോട് ക്ഷമ ചോദിച്ച് ക്ഷമാമണത്തോടെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരുപക്ഷെ പണ്ടത്തെ പോലൊരു അനുഭവം ദൈവം നിങ്ങൾക്ക് തന്നേക്കാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വിലാപങ്ങളുടെ പുസ്തകം പണ്ടത്തെ പോലും നല്ല കാലം, പണ്ടത്തെ പോലും ഒരു ആത്മീയജീവിതത്തിൽ നീ ആഗ്രഹിക്കാം. നിന്റെ ഉള്ളിലെ കസേര മുഖം കളയണം. ആ പിടിവാശിയൊക്കെ ഇന്ന് കളഞ്ഞിട്ടേ മാനസാന്തരോട് മടങ്ങുക. ഇന്നെന്താ പ്രസ്ഥാനത്തിനകത്ത് ഭയങ്കര പ്രശ്നമാ. അല്ലേരിയ. ഡിനോമിനേഷൻ ചർച്ചകൾ, ഇൻഡിപെൻഡന്റ് ചർച്ചകളൊക്കെ ഇന്ന് മനസ്സിലാക്കി. അത് ഈ വേർപെട്ട കൂട്ടങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തെ, ഈ ക്രൈസ്തവ സമൂഹത്തെ, ഈ ഹൈന്ദവ ഇസ്ലാമിക കൂട്ടത്തെ നോക്കിയാലും നോക്കി അധികാരത്തിന് വേണ്ടിയായിരുന്നു എല്ലാവരും തമ്മിലടിക്കുന്നത്. അല്ലേരിയ. ഇവിടെ നിങ്ങൾ നോക്കണം, നെബൂക്കദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ നിർമ്മല ഹൃദയമുള്ള ഒരു ദാനിയേലിനെ ദൈവം വേർതിരിച്ചതുപോലെ ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനായ യോസേഫിനെ അല്ലേരിയ ദൈവം അല്ലേരിയ വേർതിരിച്ചതുപോലെ നിന്നെ ദൈവം വേർതിരിക്കണം. എന്തിനാണ്? അനേക രാജാക്കന്മാർ ഫറവോന് ശക്തി കൊണ്ട് ദൈവത്തിന്റെ ആത്മീയ സത്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നീ അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കണം. അല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ജ്ഞാനികൾക്ക് വെളിപ്പെടുത്താത്തതിനെ ഒരു ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി തരുവാൻ ദൈവം ആഗ്രഹിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വലിയ കൺവെൻഷൻ പ്രാസംഗികനാ. നിങ്ങൾ വളരെ കൺവെൻഷൻ പ്രാസംഗിക, വളരെ പ്രാസോപ്പിച്ചു, വളരെ സ്റ്റേജൊക്കെ അടിച്ച് കലക്കി വിശ്വാസികളെ ഇളക്കി പേരിപ്പിച്ചു വളരെ നിങ്ങൾ പ്രസംഗിക്കാറുണ്ട്. നിങ്ങളാണ് തിരക്കേറിയ ശുശ്രൂഷന. നിങ്ങളുടെ ആ ശുശ്രൂഷയ്ക്കകത്ത് ഏതെങ്കിലും രോഗി സൗഖ്യം പ്രാപിച്ചത് പറയാമോ? എവിടെങ്കിലും ഒരു രോഗി സൗഖ്യം പ്രാപിച്ച, എവിടെങ്കിലും ഒരു മുടന്തം നടന്നതായിട്ട് പറയാമോ? എവിടെങ്കിലും ഒരു കുരുടൻ കാഴ്ച പ്രാപിച്ചത്, ഒരു ചികര കേട്ടത്, ഒരു പനി വിട്ടു മാറിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കത്തില്ല. നിങ്ങൾ അവസാനം ഒരു അനൗൺസ്മെന്റ് ചെയ്യും, പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരും ഇങ്ങോട്ട് വരണം. ഉടനെ പാവങ്ങളായിരിക്കും ജനം എന്ത് ചെയ്യും? അങ്ങോട്ട് ചെയ്യുന്നവർ നിങ്ങളുടെ കൈക്കിടി തലവെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കത്തില്ല. ഒന്നും നടന്നവരെ കണ്ടില്ല. കാണാത്തതിന്റെ കാരണം എന്താ? നിങ്ങളുടെ ഉള്ളിൽ കസേര ഇരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്തായിരിക്കുന്നത്? കസേര, അല്ലേരിയ, ചെയർ, അധികാരം ഇരിക്കുക. അതുകൊണ്ട് ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയാം എവിടെയെങ്കിലും സൗഖ്യം പ്രാപിച്ചെന്ന്. അല്ലേരിയ. കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിംഗ് കൊണ്ട് മുഴ മാറിപ്പോയി. കോട്ടയത്തൊരു ദിവസം മുഴ മാറിപ്പോയി. എന്ത് മുഴയാണെന്നറിയത്തില്ല.
ഞാൻ ആ സഭയിൽ ഒരു വിശ്വാസത്തെ വിളിച്ചു ചോദിച്ചു, മുഴ മാറിയെന്ന് നിങ്ങളുടെ പാസ്റ്റർ പറയുന്നുണ്ട്. എന്റെ പാസ്റ്റർ, ദൈവം തന്ന മുഴകളെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ലിരിയ സ്തോത്രം. ഇതാ സഹോദരിയോട് മറുപടി പറഞ്ഞു. അപ്പൊ എനിക്കങ്ങ് ലജ്ജയായി പോയി. നിങ്ങളതൊക്കെ കേട്ടിട്ടുള്ളതല്ലേ. അപ്പം നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അധികാരത്തിന്റെ മോഹം, അധികാരം, കസേര നിന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ ഉള്ളിൽ ഈഗോ മുഖാന്തരം, നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തി മുഖാന്തരം നിന്നിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല. അല്ലേടിയ പൗലോസിനെ നിങ്ങൾ കണ്ടുപിടിക്കും. പൗലോസിന്റെ മിഷണറി യാത്രയിൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസിനെ ദൈവം ദമസ്കോസ് പടിക്കൽ വെച്ച് വിളിച്ച് വേർതിരിച്ച നാളെ തൊട്ട് പൗലോസ് ഈർച്ചവള അറക്കപ്പെടുന്നിടം വരെയും, ഹല്ലേലൂയ, എന്താണ് ചെയ്തത്? തന്റെ ഉള്ളിൽ കസേര മോഹമില്ലായിരുന്നു. പൗലോസ് തന്റെ ശുശ്രൂഷം തിറപടിയായി ചെയ്തു. ക്രിസ്തു എന്ന നിറവിനോളം നിറഞ്ഞു നിന്ന ആത്മാവിൽ നിറയപ്പെട്ടവനായി ദൈവം കൊടുത്ത ദൂതുകൾ സഭയ്ക്ക് കൈമാറി തന്നു. താൻ 14 ലേഖനങ്ങളുടെ നമുക്ക് എഴുതി നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുക. ലേഖനങ്ങൾ വായിച്ച് മാനസാന്തരപ്പെടുക. ദൈവം ഒരു അന്ത്യകാല ഉണർവ് ആഗ്രഹിക്കുക. ഒരു അന്ത്യകാല ഉണർവ് വേണ്ടി ദൈവത്തിന് ചിലരെ ആവശ്യമാണ്. ഇന്ന് സഭയ്ക്കകത്തെ രാഷ്ട്രീയവും കസേരമുഖവും അധികാര മുഖാന്തരം തലമുറ ദൈവസഭ വിട്ടുപോകുന്ന തലമുറയ്ക്ക് ദൈവത്തെ ആരാധിക്കാൻ ഭയമായി മാറി. തലമുറയ്ക്ക് ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്നതിനെ മടിയായി മാറി. കാരണം വന്നാൽ അവർക്ക് വേണ്ടുന്ന ഭക്ഷണമില്ല, വേണമെന്ന് അവർക്ക് ഉപദേശമില്ല. എല്ലാം തമ്മിലടിയ തൊഴുത്തിൽ കുത്താം. ഈ പണ്ട് പഴമൊക്കെ പല്ലിനടി കുത്തി മണപ്പിക്കുന്ന പറഞ്ഞവരെ ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. ജ്ഞാനികൾക്ക് വെളിപ്പെടുത്താൻ കഴിയാതിരുന്നത് മിസ്രൈമിലെ ജ്ഞാനികൾക്കും മന്ത്രവാദികൾക്കും, ബാബിലോണിയ മന്ത്രവാദികൾക്കും ദുർമന്ത്രവാദികൾക്കും ജ്ഞാനികൾക്കും വെളിപ്പെടുത്താൻ കഴിയാതിരുന്ന ചില സ്വപ്നങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം നിന്നെ അതിലൂടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ മടങ്ങി വരണം കേട്ടോ. പ്രൈസ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കണം. ഹല്ലേലൂയ. അപ്പം ജ്ഞാനികൾക്ക് അസാധ്യം, രാജാവിന് അസാധ്യം. ഹല്ലേലൂയ. രാജാവിന് അസാധ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ദാനിയേലിന് വിരോധമായി ധാരാളം പേർ കുറ്റം ചുമത്തി ദാനിയേലിനെ തകർക്കുവാൻ, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ബാബിലോണിലുണ്ടായിരുന്ന സകല ജനങ്ങളും ദാനിയേലിനെതിരെ വലിയ കുറ്റാരോപണമായി വലിയൊരു പെറ്റിഷനുമായി രാജാവിനെ സമീപിച്ചിരിക്കുക. വലിയൊരു പെറ്റിഷൻ. ഹല്ലേലൂയ. നമ്മളൊരു 100 പേജുള്ള പെറ്റിഷൻ തയ്യാറാക്കി എന്നൊക്കെ നമ്മൾ സർക്കാർ ചിലവും പറഞ്ഞ് കേൾക്കുന്നത് എന്ന് പറഞ്ഞവരെ വലിയൊരു പെറ്റിഷൻ ദാനിയേലിന് വേണ്ടി ഒരുക്കി ദാനിയേലിനെ രാജാവിന് കുറ്റം ചുമത്തി. രാജാവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കുവാൻ പാടില്ല എന്നുള്ള കുറ്റം, എന്നുള്ള ചട്ടം ഇരുന്നിട്ടും ദാനിയേൽ ദിവസവും തന്റെ കിളിവാതിലുകളെ തുറന്ന് വെച്ച് ഇസ്രായേൽ ദേശത്തിന് നേരായി ജനലുകളെ തുറന്നു വെച്ച് പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദാനിയേൽ 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കണം കേട്ടോ. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. അവൻ താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകൊത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദാനിയേലിനെ കുറിച്ച് പറയുന്ന നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയൂ. ഹല്ലേലൂയ. അപ്പം വലിയ രേഖ എഴുതി, രാജാവിനെ അല്ലാതെ മറ്റാരെയും സേവിപ്പാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവനെ തകർത്ത് കൊന്നുകളയണം. ആ രേഖ എഴുതി എന്ന് കേട്ടപ്പം ദാനിയേല് പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? രേഖ ആരാണ് എഴുതിയത്? ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ടുകളയാൻ ആരാണ് കൽപ്പിച്ചത്? ആ രാജാവിന്റെ മുമ്പിൽ തന്നെ ദാനിയേലിനെ ജീവനോടെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് എടുക്കുക മാത്രമല്ല, ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇട്ടവരെ അവരെ സിംഹം വരെ തകർത്തും കളഞ്ഞു. ദാനിയേൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പൊ രാജാവിന് അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ ഒരു ദൈവത്തിന്റെ വയതിന് കഴിയുമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത്, അവൻ രാജ്യദ്രോഹി, ദാനിയേല് രാജ്യദ്രോഹി, ദേശദ്രോഹി, അവനെ സിംഹക്കുഴിയിൽ ഇടണം എന്ന് പറഞ്ഞ് അപ്രകാരം ചെയ്യുകയും ചെയ്തു. ഹല്ലേലൂയ. ദാര്യാവേശ് രാജാവ് ദാനിയേലിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ചിന്തിച്ച് രാത്രി മുഴുവനും അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും രാജാവിന് അതിന് കഴിഞ്ഞില്ല. ദാര്യാവേശ് രാജാവ് ആ രാത്രി ഉറങ്ങിയില്ലെന്നാ. ഹല്ലേലൂയ.
ആ രാത്രി ഉറങ്ങിയില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, ദാര്യാവിസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദാനിയേൽ പുസ്തകം 6-16 തൊട്ട് വായിക്കുമ്പോഴാണ്. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ച് നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിനും മുദ്രയിട്ടു. മാറ്റാൻ പറ്റത്തില്ല. എന്താണ് പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. രാജാവിന് ഉറക്കം വിട്ടുപോയി. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്തിയില്ല. എന്താണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിന് മതിയാകുന്നത് പൗലോസ് പറയുമ്പോൾ ഇവിടെ ദാനിയേലിനും പറയാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിന് മതിയാകുന്നു. പഴയ നിയമത്തിലേക്ക് ഒരു ജോസഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജോസഫിനും പറയാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിന് മതിയാകുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വചനപ്രസംഗം നിങ്ങൾക്കിത് പറയാൻ കഴിയുമോ ശ്രോതാവേ? നിങ്ങളിത് പറഞ്ഞ് നിങ്ങൾക്ക് എവിടെയെങ്കിലും വിടുതൽ പ്രാപിക്കാൻ കഴിയുമോ? നിങ്ങൾ ഇന്ന് ദൈവസഭയുടെ ദൈവദാസന്മാരാണ്. ദൈവസഭയുടെ ദൈവദാസന്മാർ വിശ്വാസികളൊക്കെയാ. നിന്റെ ഭവനത്തിന്റെ മാതാവിനെതിരെ നീ കേസ് കൊടുത്തിട്ട്, പിതാവിനെതിരെ കേസ് കൊടുത്തിട്ടില്ലേ? നിന്റെ വീട്ടിലെ വസ്തുവൈക്കുവിന്റെ നീ തമ്മിലടിച്ചും കലഹിച്ചും കേസ് കൊടുത്തും വാദിച്ചും കോടതി കയറി ഇറങ്ങിയല്ലേ? നീ സഭയ്ക്കെതിരെ കേസ് കൊടുത്ത്, സഭാ നേതാക്കന്മാർക്കെതിരെ കേസ് കൊടുത്തിട്ടല്ലേ നീ കൈയടിച്ച് പാട്ടുപാടുന്നത്? അല്ലേ? സഭയെ തകർക്കാൻ വേണ്ടി പക്ഷം ചെന്ന് നീ കോടതി കയറി ഇറങ്ങി കൈക്കൂലി കൊടുത്തും അല്ലെങ്കിൽ അതുപോലെ അഴിമതിക്കാരെ സഹായിച്ചും കൂട്ടുകെട്ടുണ്ടാക്കി ഗുണ്ടായുസത്തോട്ടും ഒക്കെ നീ പ്രവർത്തിച്ചിട്ടല്ലേ നീ അല്ലേരിയ സഭ വന്ന് അന്യഭാഷയിൽ ആരാധിക്കുന്നത്? അല്ലേരിയ നിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു ചുക്കും നടക്കത്തില്ല. അല്ലേരിയ കാരണം നിന്റെ ഹൃദയം ശരിയല്ല. നിന്റെ ഹൃദയത്തിനകത്ത് കസേരയായിരിക്കുന്നത്. ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ഒന്നും നിന്റെ ഹൃദയത്തിലില്ല. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിലില്ല. കേസ് കൊടുത്ത്, മാതാപിതാക്കൾ കേസ് കൊടുത്തിട്ട്, വീതത്തിനുവേണ്ടി തമ്മിലടിച്ചിട്ട്, പിടിച്ചു പറിച്ചിട്ട്, മോഷ്ടിച്ചിട്ട്, കൈക്കൂലി വാങ്ങിയിട്ട്, അപകരിച്ചിട്ട്, കസേരയ്ക്ക് വേണ്ടി സഭയ്ക്കകത്ത് ഭിന്നത വരുത്തിയിട്ട് കസേരകളി നടത്തിയിട്ട് നീ എത്ര സ്റ്റേജുകളൊക്കെ പ്രസംഗിച്ചാലും അതെല്ലാം വെള്ളത്തിലാണി അടിക്കുന്നത് പോലെ. വെള്ളത്തിലാണി അടിച്ചു നോക്ക് സഹോദര. പോയി എവിടെ നിങ്ങളുടെ അടുത്ത് കായലോ കടലോ കാമേലെ പുഴകളോ ആറുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആണി എടുത്ത് ചുറ്റി എടുത്തിട്ട് പോകും. പുഴയിലൊന്ന് ആണി അടിച്ചു നോക്ക്. അതിന്റെ സ്ഥിതി എന്താണെന്ന് പറയാം. അതാണ് നിങ്ങളുടെ രീതി. അല്ലേ? മാനസാന്തരം മുടങ്ങി പോവാ. പൗലോസ് അങ്ങനല്ല. പൗലോസ് എന്റെ ശക്തനാകുമ്പോൾ സകലത്തെ മതിയാകുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യമുണ്ട്. നമുക്ക് സാക്ഷ്യമുണ്ടോ? അല്ലേ? ഇന്നെല്ലാം മതങ്ങൾ തമ്മിലടി. ഇന്ന് അടി എന്താ? എവിടുന്ന? മതങ്ങൾ തമ്മിലാട്ടി. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കടപ്പുറത്ത് പോയപ്പോൾ എന്നോട് സൗരം എന്റെയും ആ സാറിന്റെ ആശയം ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, നമ്മുടെ രണ്ടുപേരുടെ ആശയം ഒന്ന് തന്നെയല്ല. അതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം ചെന്നാ ഞാൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു കൊടുത്തപ്പം പറഞ്ഞു, അത് ചിലരൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒട്ടും ചെയ്യാത്ത ആൾക്കാരാണ്. ഞങ്ങൾ ഒട്ടും ചെയ്യത്തില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴിവ് പ്രാപിച്ചവർ. ഞങ്ങൾ ലോകത്തെ വിട്ടവരാ. ലോകത്തെ വിട്ട് ലോകത്തിന്റെ സ്ഥാനമാന അധികാരങ്ങളൊക്കെ വിട്ട് ലോകത്തിന്റെ മ്ലേച്ഛമായതെല്ലാം വിട്ട് ലോകത്തിന്റെ ഉപദേശങ്ങളൊക്കെ വിട്ട് ഞങ്ങൾക്ക് യേശുക്രിസ്തു നൽകുന്ന വചനത്തിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ മൊബൈലിനകത്ത് ബൈബിളൊക്കെ ഉണ്ടായിരുന്നു. കടപ്പുറത്ത് പോയതില്ലേ ബൈബിൾ എടുത്ത് കൊണ്ടുപോകാത്തതുകൊണ്ട് അപ്പൊ ഞാൻ മൊബൈലിൽ കാണിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെ വേദപുസ്തകത്തെ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടോ. ഞങ്ങൾക്കും അതൊക്കെ അറിയാം. അല്ലേലിയ. പക്ഷേ ദൈവാത്മാവുള്ളൊരു മനുഷ്യനെ ദൈവം അന്വേഷിക്കുക. എന്നെ കേൾക്കുന്ന മാതാവ്, ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ ദൈവം അന്വേഷിക്കുന്നു. ദാനിയേലിനെ പോലെ, ജോസഫിനെ പോലെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് മറഞ്ഞു കിടക്കുന്ന, ഈ ലോകത്തിന്റെ രാജാക്കന്മാർക്ക് മറഞ്ഞു കിടക്കുന്നവരുടെ ഭരണാധികന്മാർക്ക് ഇവിടെ നേതാക്കന്മാർ മറഞ്ഞു കിടക്കുന്ന ചില രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അതിനുവേണ്ടി ആഗ്രഹിക്കുക. അത് നിങ്ങൾ ഒരാളാകട്ടെ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് താങ്കളാകട്ടെ, താങ്കളുടെ മക്കളായി, താങ്കളുടെ ഭാര്യയാകട്ടെ, മതം നിങ്ങൾ ഒരാളെ തെരഞ്ഞെടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. അത് നീ തന്നെയാണ്.
അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? മടങ്ങി വരണം. മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. നിന്നെ കൊണ്ട് ദൈവത്തിന് ചില പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട്. നിന്നെ കൊണ്ട് ദൈവത്തിന് ചില പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. നിന്നിൽ ചില ദൗത്യങ്ങളെ ദൈവം പകരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസിനെ പോലെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ ഏത് പ്രതിസന്ധികളായിരുന്നാൽ, ഏത് പ്രശ്നങ്ങളായിരുന്നാൽ അതേ തരണം ചെയ്തതിന്റെ കർത്താവിന് കഴിയും. നിനക്ക് അസാധ്യമായി തോന്നുന്നത് ദൈവത്തിന് സാധ്യമാണ്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 32-27 വാക്യം എന്താണെന്ന് പറയുന്നത്, ഞാൻ സകല ജനത്തിന്റെ ദൈവമായ യഹോവയാകുന്ന എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. പ്രവാചകൻ പറയുക, കണനീരിന്റെ പ്രവാചകൻ ഇരമ്യാവിന്റെ ജീവിതത്തിൽ സുവിശേഷത്തിന് വേണ്ടി, അഥവാ അന്ന് ഇരമ്യാവിന്റെ കാലഘട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് താൻ ഒരുപാട് കഷ്ടതയിലൂടെ കടന്ന് ഒരുപാട് പീഡനങ്ങളേറ്റു, ഒരുപാട് ഉപദ്രവങ്ങളേറ്റു, പൊട്ടക്കുഴിയിലേക്ക് തള്ളിയിട്ടു. അല്ലെങ്കിൽ പശുപുരാമയും പുരോഹിതൻ പിടിച്ചു കെട്ടി ആമത്തിലിട്ട് പോട്ടി ഇഷ്ടം പോലെ മർദ്ദിച്ച്, എന്നിട്ടും ദൈവാത്മാവുള്ള ഇരമ്യാവ്, ദൈവവിളിയുള്ള ഇരമ്യാവ്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച ഇരമ്യാവ് ലോകത്തിൻ്റെതായിട്ടൊന്നും ആഗ്രഹിക്കാതെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച കണ്ണുനീരിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഇരമ്യാവ് പറയുകയാണ്, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായി യഹോവയാകുന്ന എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? രക്തം കരം പിടിച്ച ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ വിഷയത്തിന് ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. നീ ഏത് വിഷയമാണ് പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമാണ്. എന്റെയും പ്രശ്നം അത് തന്നെയാണ്. രണ്ടാമത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് കീറിക്കിടക്ക ഒരു വീടില്ലാത്തതാണ്. നിങ്ങളുടെയും പ്രശ്നം എന്റെയും പ്രശ്നം അത് തന്നെയാണ്. നാളുകളായിട്ടില്ല നമ്മൾ എത്രയോ കാര്യമായി, കർത്താവേ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു മാറ്റം തരണമേ, ഞങ്ങളുടെ കഷ്ടങ്ങൾ വിടുവിക്കണമേ, ഞാൻ സ്വന്തമായിട്ട് തെരഞ്ഞായിപ്പോൾ ഒരു വീട് തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മൂന്നാമത്തെ വിഷയം എൻ്റെ മക്കളുടെ ഭാവിയെ കുറിച്ചാണ്. കർത്താവേ എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം. നാലാമതിൻ്റെ മക്കളുടെ വിവാഹമാണ്. അഞ്ചാമത് മക്കൾ ഇന്ന് മക്കളുടെ ജോലിയാണ്. അങ്ങനെ വിവിധ വിഷയങ്ങളാണ് നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയല്ലേ? ഹല്ലേലൂയ. അതെ, നമുക്ക് അസാധ്യമായതിനെ സാധ്യമാക്കി തരാൻ ദൈവത്തിന് കഴിയും. പൗലോസിന്റെ മിഷണറി യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊടുത്ത് നിറയ്ക്കുവാൻ പൗലോസിനെ ഹെൽപ്പ് ചെയ്യും, പൗലോസിനെ സഹായിപ്പൻ ഫിലിപ്പിയ സഭയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് വേണ്ടിയിട്ട് ദൈവം ചിലരെയൊക്കെ എഴുന്നേൽപ്പിക്കും. വ്യക്തം ചെയ്യണം. വിശ്വസിക്കുന്ന കരം പഠിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് ഞാൻ ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നീ പലതിനും ഭാരപ്പെട്ടിരിക്കുക, സങ്കടപ്പെട്ടിരിക്കുക, കണ്ണുനീരോടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ ദൈവത്തോടൊന്ന് ചേർന്നിരിക്കാൻ പഠിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്തെ അശുദ്ധമായ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് ഹൃദയ വിചാരങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടതായിരിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ, ഹൃദയത്തിന്റെ നിലവുകളൊക്കെ ദൈവത്തിന് പ്രസാദമായിരിക്കണം. പ്രൈസ്. ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും നിലവുകളെയും അറിയുമ്പോൾ അതിനകത്ത് കാപട്യങ്ങൾ കാണരുത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായിരിക്കണം. നിഷ്കളങ്കമാണ്. പ്രാവിന്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം എന്തായിരിക്കും? നിഷ്കളങ്ക ഹൃദയമായിരിക്കണം. നിഷ്കളങ്ക ഹൃദയമുള്ള ഒരു പക്ഷിയാണ് പ്രാവ്. ഫ്രൈസലോ. അപ്പം നമ്മള് ആ നിഷ്കളങ്ക ഹൃദയമുള്ള ഒരു പക്ഷിയെപ്പോലെ അങ്ങനെ ദാവീദ് ഒരിക്കൽ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെ ദാവീദ് ശ്രമിച്ചത്? ദാവീദ് പ്രാവിനുള്ളതുപോലെ ചിറകെനിക്കുണ്ടായിരുന്നെങ്കിൽ, പ്രാവിനുള്ളതുപോലെ ചിറകെനിക്കുണ്ടായി ഞാൻ പറന്നുപോയി ദൂരത്ത് സഞ്ചരിക്കുമായിരുന്നു എന്ന്, വിശ്രമിക്കുമായിരുന്നു എന്നൊക്കെ ദാവീദ് പറയുന്നുണ്ടല്ലോ. അപ്പൊ ദാവീദിന്റെ ഉള്ളിൽ പ്രാവിന്റെ ഹൃദയം നിഷ്കളങ്കമാണ്. ആ നിഷ്കളങ്കമായ ജീവിയുടെ ചിറക് ദാവീദിന് കിട്ടിയിരുന്നെങ്കിൽ ദാവീദ് പറന്നുപോയി ദൂരത്ത് മരുഭൂമിയിൽ വിശ്രമിക്കുമായിരുന്നുവെന്ന്. അപ്പൊ ഭക്തന്റെ ഹൃദയത്തിലേക്ക് വന്നത് എന്താ? പ്രാവിനെ പോലെ നിഷ്കളങ്കമുള്ള ഹൃദയം. പക്ഷെ ഈ ഭക്തൻ അത് പറയാൻ കാരണം തന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയോ ഉണ്ടായിരുന്നുവെന്ന് ഭക്തന്റെ ഉള്ളിൽ ബോധ്യം വന്നപ്പോൾ പറയുകയാണ്, എന്റെ ഹൃദയത്തിന്റെ നിലവുകളും വിചാരങ്ങളും അറിയുന്ന ദൈവമേ, പ്രാവിന്റെ ഹൃദയം പോലെ എനിക്കൊരു ഹൃദയം തരണമേ. നിഷ്കളങ്കമായൊരു ഹൃദയം എനിക്ക് ആ ചിറക് വെച്ച് പറന്നുപോയി മരുഭൂമിയിൽ വിശ്രമിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വരണം നമ്മൾ കേട്ടോ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കുറെ കശവിശ ഉണ്ടാക്കി, കുറെ അടിപിടി ഉണ്ടാക്കി, കുറെ കലഹം ഉണ്ടാക്കി, മറ്റുള്ള വെറുപ്പ് മേടിച്ച്, നിന്ന മേടിച്ച്, മറ്റുള്ളതിനെ കുറിച്ച് ഏഷണി പറഞ്ഞ്, നുണ പറഞ്ഞ് ഒക്കെ നമ്മൾ പോകരുതെന്നേ. നിങ്ങൾക്ക് ഞാനൊരു ദൈവസഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വിശ്വാസത്തിൽ വീട്ടിൽ നുണ പറയാൻ പോകത്തില്ല. ഒരു പാസ്റ്റർമാർക്ക് നുണ പറയാൻ പറ്റില്ല. ആരോടും നുണയിട്ട് പറയാൻ നിൽക്കത്തില്ല. ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് ഞാൻ അവിടെ ഒഴിഞ്ഞു പോകും. അപ്പം പാസ്റ്റർ ഞാൻ നിശ്ചയമായിട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. ആരുടെ ദേവദാസന്മാരെ കുറ്റം പറയാം. എന്നാൽ എന്നെക്കുറിച്ച് ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. ലേഡി, എന്നെക്കുറിച്ച് ഒരുപാട് പേര് കുറ്റം.
ഞാനിതും ചെയ്യാത്ത അറിയാത്ത കാര്യം കൂടി എനിക്ക് എതിരെ നിൽക്കുന്ന അനവധി ആളുകളുണ്ട്. അവിടെ നമ്മൾ നിഷ്കളങ്കത നിഷ്പക്ഷമായിട്ട് നിൽക്കുക. അവരെന്തെങ്കിലും പറയരുത്. ചിലരൊക്കെ അങ്ങനെയാ. ചിലരൊക്കെ ഈ ചാത്തിയ ഗുണം തൂത്താൻ മാറത്തില്ല, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലേലിയ. പിന്നെ പണ്ടത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള അലിയ അമ്മ തടിവഴിയാണ് മക്കളെ ഇലച്ചുവഴി എന്നൊക്കെ പറയാറില്ലേ എന്നൊക്കെ പറഞ്ഞാല് ചില ആളുകളൊക്കെ അങ്ങനെയൊക്കെയാ, ചിലതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാ. അല്ലേലിയ. പക്ഷെ നമ്മളിത് വ്യത്യസ്തമായിരിക്കണം. പൗലോസിന് വേണേ തന്റെ മുൻകാല ജീവിതത്തെ വേണേ തനിക്ക് അനുകരിക്കാമായി. തന്റെ മുൻകാല ജീവിതത്തെ തന്നെ ഡെമോസ്കോസ് വഴിക്കൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു സന്ദർശിച്ച് തനിക്ക് ദർശനം കൊടുത്തതിന് ശേഷമായി യേശുവിനെ അനുഗമിക്കുന്ന സമയത്തും പൗലോസിന് വേണമെങ്കിൽ തന്റെ കഴിഞ്ഞകാല സ്വഭാവ രീതികൾ എടുക്കാമായിരുന്നു. പക്ഷെ പൗലോസ് ഒരിടത്തും എടുത്തിട്ടില്ല. പൗലോസ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാ. അല്ലേലിയ. പൗലോസ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയെ പഴയതിന് മുഴുവൻ പൗലോസ് കളഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് 2 Corinthians 5:17 എഴുതി വെച്ച് ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണെന്ന്. പഴയത് കഴിഞ്ഞുപോയി. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി പുതിയ സൃഷ്ടിയാ. പഴയതിനെ എടുത്തു കളഞ്ഞ് എന്നെ കേൾക്കുന്ന സഹോദര, നീ പുതിയ സൃഷ്ടിയാണോ? പഴയതിനെ ഇന്ന് നിന്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നുണ്ടോ? അല്ലേലിയ. പഴയതിനെയൊക്കെ എടുത്ത് കാണുന്നത് പൊളിച്ച് വളിച്ച് നാറ്റം വെച്ച് ക്രമീകരിച്ചതായിരിക്കും. എടുത്ത് കളയണം. പഴയതിനെ വെച്ചുകൊണ്ട് നീ ദൈവവചനം പ്രസംഗിക്കരുത്. പഴയതിനെ വെച്ചുകൊണ്ട് നീ ദൈവസഭയ്ക്കകത്ത് വരരുത്. പഴയതിനെ എടുത്ത് കളയാൻ ക്രമീകരിച്ചതാവ്, നാറ്റം വെച്ചതാ. അല്ലേലിയ. സ്തോത്രം. നമ്മൾ മാനസാന്തരപ്പെടണം. അപ്പൊ പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. എന്നെ കേൾക്കുന്ന ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ എന്ന് റോമാലേഖനം 8:33 കാണുന്നത്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരെ ദൈവം കുറ്റപ്പെടുത്തും. ലവ്യ. നിങ്ങളെ കുറ്റപ്പെടുന്നവരെ ദൈവം കുറ്റപ്പെടുത്തുമെന്ന് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷമൊക്കെ 8:6 വന്നാലും അവിടെ കാണാൻ കഴിയും. അല്ലേലിയ. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നോക്കാം. അല്ലേലിയ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടേക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലേലിയ. സ്തോത്രം. അല്ലേലിയ. അപ്പം അവിടെയൊക്കെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ആ ഭാഗത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ദൈവമായിട്ട് വലിയൊരു ബന്ധം ഉണ്ടായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8:6 പറയുന്നത് ഇങ്ങനെയാണ്. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അല്ലേത്. ഇതാ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഗുരുവും മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നീ എന്ത് പറയുന്നു? യേശുവിന്റെ വാക്കൊക്കെ കേട്ട് നിലത്ത് കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. അവരുടെ സംസാരം എല്ലാം കഴിഞ്ഞപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പാപമില്ലാത്ത കുറ്റം അവൻ കല്ലെറിയട്ടെ. കുഞ്ഞുകുട്ടി ആബാലവൃത്തം കല്ലുവിട്ടേച്ച് കടക്കാൻ വഴി കടന്നു. അല്ലേലൂയ. രക്തം ചെയ്യും. നമ്മളെ കുറ്റം ചുമത്തുവാൻ ആർക്ക് കഴിയും? നീ ഒരു ദൈവത്തിലാണ്. നിന്നെ കുറ്റം ചുമത്തുവാൻ ആർക്ക് കഴിയത്തില്ല. പക്ഷെ നിന്നെ കുറ്റം ചുമത്തുന്നവരുണ്ട്. അവരോട് ദൈവം പ്രതികാരം ചെയ്തോളും. പ്രതികാരം എനിക്കുള്ളൂ, ഞാൻ പ്രതികാരം ചെയ്യുന്ന വേദപുസ്തകം പറയുന്നത്. അപ്പം ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ എന്നവരെ ദൈവം കുറ്റപ്പെടുത്തും. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസേനയിൽ കുറ്റം പറയുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ എന്നാണ് വെളിപ്പാട് പുസ്തകം 12:10 വായിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതി വെച്ച് വെളിപ്പാട് പുസ്തകം 12:10 പറയുന്നത്, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവത്തിന്റെ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അല്ലേലിയ. അതെ, നമ്മളെ കുറ്റം ചുമത്തുന്ന ആരാ? അപവാദി സാത്താനാ. അവരെ ദൈവം തള്ളിയിട്ട് കളഞ്ഞു. നിന്നെ കുറ്റം ചുമത്തുന്നവരുണ്ടെങ്കിൽ, നിന്നെ കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ അവൻ അപവാദിയ. അവന്റെ ഉള്ളിലിരിക്കുന്ന സാത്താന. അവനെ പണ്ടേ ദൈവം തള്ളിക്കളഞ്ഞതാ. അതുകൊണ്ട് അവൻ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. അവനെ തള്ളിക്കളഞ്ഞ കൂട്ടത്തില കൊണ്ടാൽ വേഷഭൂഷാദികളൊക്കെ കാണും. നല്ല തൂവെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല പ്രച്ഛന്ന വേഷധാരിയായി ഭക്തൻ എന്നുള്ള നിറവിലൊക്കെ ആയിരിക്കും നിന്റെ അരികെ വരുന്നത്. പക്ഷെ അപവാദം പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം, പരദോഷം പറയുന്നുണ്ട് ഓർത്തോണം, അവൻ തള്ളിക്കളഞ്ഞവന്റെ കൂട്ടത്തിലുള്ളതാ. സഹോദരന്മാരെ രാപ്പകൽ കുറ്റം പറയുന്ന അപവാദിയാണ് അവൻ. അല്ലേരിയ. മാനസാന്തരപ്പെടുവാണെങ്കിൽ പൗലോസ് ആരുടെയും കുറ്റം പറയാറില്ല. പൗലോസ് ദൈവത്തെ ആമേൻ സ്തുതിച്ചവനാ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. രക്തസ്രാവമുള്ള സ്ത്രീ
അവളുടെ സുഖത്തിന് വേണ്ടി സ്വത്തുക്കളെല്ലാം വൈദ്യന്മാർക്കായി ചെലവ് ചെയ്ത് യാതൊരു ഫലവുമില്ല. എന്നാൽ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം വന്നു. വൈദ്യന്മാർക്ക് സുഖമാക്കുവാൻ അസാധ്യമായതിനെ ദൈവത്തിന് സാധ്യമാക്കുവാൻ കഴിഞ്ഞു. കണ്ടോ, ജ്ഞാനികൾക്ക് വെളിപ്പെടാത്തത്, ഹല്ലേലൂയ, രാജാവിന് വെളിപ്പെടാത്തത് വൈദ്യന്മാർക്ക് അസാധ്യമായത്, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. വിജ്ഞാനികളും ചികിത്സകളും എത്രയോ മുന്നേറിയ ഈ കാലഘട്ടത്തിൽ എന്നിരുന്നാലും എയ്ഡ്സിനും പലവിധമായ ക്യാൻസറുകൾക്കും മരുന്ന് കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ രോഗങ്ങളിൽ സൗഖ്യമുണ്ടെന്ന് യശയ്യാപ്രവാചകൻ 53:5 പറയുന്നുണ്ട്. ക്യാൻസറും എയ്ഡ്സും ഒക്കെ വിവിധ രോഗങ്ങൾക്ക് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചില്ല. പക്ഷേ ഒരു ക്രിസ്തു വിശ്വാസിക്ക് യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം ഉണ്ടാവും. അതുകൊണ്ട് ക്രിസ്തു വിശ്വാസികൾ എയ്ഡ്സ് രോഗം വരാൻ മുന്നോട്ട് പോകരുത് കേട്ടോ. അല്ലെങ്കിൽ രക്തം ചെയ്യും പച്ചയ്ക്ക് പറയാം. അല്ലേലിയ, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അല്ലേലിയ, നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. അല്ലേലിയ, പൗലോസ് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിൽ മതിയാകും. ഫിലിപ്പി സഭയ്ക്ക് നന്ദി രേഖപ്പെടുത്തുക. എന്നെ കേൾക്കുന്ന പ്രിയമാതാവിത ശുദ്ധീകരിക്കപ്പെടണം. ഒന്നെന്താണ് ജ്ഞാനികൾക്ക് സാധിക്കാത്തത്? നെബൂഖദ്നേസർ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ബാബിലോണി മന്ത്രവാദിക്ക് കഴിഞ്ഞില്ല. ഫറവോ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ മിസ്രൈമി മന്ത്രവാദികൾ കഴിഞ്ഞില്ല. ദാര്യാവേശ് രാജാവിന് സിംഹത്തിന്റെ കുഴിക്കുന്ന ദാനിയലിനെ കയറ്റുവാൻ കഴിഞ്ഞില്ല. ദാനിയലിനെ അവിടുത്തെ നിയമത്തെ വിടിവിക്കാൻ കഴിഞ്ഞില്ല. രക്തസ്രാവക്കാരി സ്ത്രീയുടെ രക്തസ്രാവം നടത്തും വൈദ്യന്മാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശുവിനെല്ലാം കഴിയും. യേശുവിന് അസാധ്യമായൊന്നുമില്ല. എങ്കിൽ നിന്റെ വിഷയത്തിന് അസാധ്യമായിട്ടൊന്നും ദൈവത്തിനില്ല. സകല പ്രശ്നങ്ങൾക്ക് ദൈവം ഇന്ന് പരിഹാരം കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വർക്ക് പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യം 800 കോടി ജനത്തിനായി തലമുറകൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൊണ്ടിട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന സകല ജനത്തെ എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാർ, എല്ലാ മത നേതാക്കന്മാരെ, സാംസ്കാരിക മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവർ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, കർത്താവിയുടെ ശേഷത്തിൽ ബാല്യ കൗമാരി യുവനത്തിൽ മറന്നിരാൻ പ്രത്യക്ഷണ യാചോഷണ ചോട്ട തടവണയിലായിരിക്കുന്ന എല്ലാ പ്രിയവും എല്ലാ മക്കളും ദൈവമക്കൾ ദൈവദാസന്മാരെയും കർത്താവ് ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ മാറ്റിവെച്ച് മടങ്ങുന്ന പൗലോസിനെ പോലെ നന്ദി സൂചകമായി ഫിലിപ്പി സഭ കാണിച്ച എല്ലാ നന്ദിക്കും ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ പൗലോസിനെ പോലെ ദൈവാത്മാവുള്ള, ജോസഫിനെ പോലെ, ദാനിയേലിനെ പോലെ ദൈവാത്മാവുള്ള കർത്താവ് സഭയ്ക്ക് ഇത് എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ സഭയെല്ലാം ശുദ്ധീകരണ അധികാരം ശുദ്ധീകരിക്കപ്പെട്ട് ഭരണോദ്ദേശ പാർട്ടികൾ തമ്മിലടിച്ച് കലഹിച്ച് രാജ്യത്തിന്റെ സമാധാന കെടുതികളും രക്തം ചൊരിച്ചിൽ പെരുകുമ്പോൾ അതൊക്കെ ജനത്തിന് മാനസാന്തരം, ദുർമന്ത്രവാദം, ദുർസേവകൾ പെരുകുന്നു. സാത്താനി പൂജവും മദ്യവും മയക്കവും ലഹരിയും പെരുകി കുടുംബത്തിനകത്ത് രാജകത്വം നിറയ്ക്കുന്ന വൈശാചി ശക്തിയുടെ കയ്യിൽ നിന്ന് ജനം വിടിവിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേരളത്തിൽ ലോകരാജ്യമായ ദൈവമക്കളെ ദൈവദാസന്മാരെ ഇവർക്കൊന്ന് കഷ്ടം സഹിക്കുന്ന, ഉപദ്രവം ഗതിക്കുന്ന, പീഡകൾ അനുഭവിക്കുന്ന ദൈവമക്കൾ ജയിലിൽ കിടക്കുന്നവർ ഇവിടെയൊക്കെയും ഓർക്കുകയാണ്. കർത്താവ് വിടുതലയക്കണമേ. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മാനസാന്തനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാമേലും ദൈവത്തിന് വിടുതലയക്കണം. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.